ഹായ് ഓൾ, പുതിയൊരു വീഡിയോ കാണാം. ഇന്ന് നമുക്ക് അങ്കലവാടിയിൽ വാക്സിൻ ഡേ ആണ്. അല്ലുവിന് നമുക്ക് വാക്സിൻ എടുക്കാനല്ല, വൈറ്റമിൻ എ കൊടുക്കാനാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് ഇവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം നമ്മളവിടെ ആൾക്ക് കളിക്കാനുള്ള ടൈമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ തിരിച്ച് പോരുന്ന ടൈമിൽ മഴ ഉണ്ടായിരുന്നില്ല, നമ്മൾ പോകുമ്പോൾ കുറച്ച് ടൈം മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ എല്ലാ ചെളിയിലും വെള്ളത്തിലും നല്ലോണം കളിച്ചിട്ടാണ് പോരുന്നത്. ആൾക്ക് നല്ല ഇൻട്രസ്റ്റ് കേട്ടോ. ഇങ്ങനെയൊന്നും ആൾ കാണലില്ല. ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് അതിലൊക്കെ കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പിടിച്ചു വെച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആളെ കൈ പിടിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഒറ്റയ്ക്ക് നടക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചളിയിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പോണ വഴിയിൽ ആളിപ്പോൾ ഒന്ന് വീണു പോകും. സാധാരണ വീണ് കഴിഞ്ഞാൽ നല്ല കരച്ചിലുണ്ടാവും. പക്ഷേ ഇയാൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ, കാരണം മേല് ചളി ആയത് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പോയി ആളെ കുളിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് ഇരുന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത്. ഇതൊരു 1/2 kg കേക്കാണ്. നമ്മളെ ഫാമിലിയിലേക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഐസുവിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത കേക്കാണിത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞതാണ്. നമ്മളടുത്ത് മോഡലൊന്നും വേണ്ട, സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. 5 ഇഞ്ചിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ എന്ത് ഡിസൈൻ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഹൈസോന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആളുടെ ഫുൾ നെയിം ഹൈസം തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേന്ന് നമ്മൾ ഈ ഒരു 3 ക്രീമും കൂടി മിക്സ് ചെയ്തൊരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ക്രീം ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ നോക്കിയത്. പക്ഷേ എന്തോ കേക്ക് ചെറുതും ഇത് കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് ബോറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ആ സാധാ ഒരു സ്ക്രേപ്പർ ഡിസൈൻ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കേക്ക് നമ്മൾ ഫൈനൽ ലുക്ക് ചെയ്തത്. പിന്നെ അതൊക്കെ കൊടുത്ത് നമ്മൾ വൈകുന്നേരം ഇവിടെ ഇപ്പോൾ പാടത്ത് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മീൻ പിടിക്കലുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അബിയൊക്കെ കാര്യമായിട്ട് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് എന്നെ അല്ലു ഉറങ്ങി എണീറ്റപ്പോൾ ഇങ്ങോട്ട് പോരാനാണ് കേട്ടോ ഭയങ്കര കരച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാനിവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇക്ക് വന്നപ്പോൾ നമുക്ക് ചായക്ക് ചൂട് പപ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചായയും ഒക്കെ കഴിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് നമുക്ക് അടുത്ത കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേക്ക് നമ്മളടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 കിലോ വെയിറ്റ് വരുന്ന വാനില കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചും 5 ഇഞ്ചും ടിന്നെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളിത് കറക്റ്റ് ഈ ഒരു ടൈമിലാണ് നമുക്കൊരു കോള് വരുന്നത്. അതൊരു 2 കിലോ ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനുള്ള കേക്ക് തന്നെ ആയിരുന്നു. 1.5 കിലോക്ക് ഞാൻ ചെയ്യാറുള്ളത് 6 മുട്ട വെച്ചിട്ടുള്ള ബാറ്ററാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒരു മുട്ടയുടെ ബാറ്ററും കൂടി എക്സ്ട്രാ 7 മുട്ടയുടെ ബാറ്റർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അല്ലുവിന് ചിലപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ലെയർ കേക്ക് സ്പഞ്ചിൻ്റെ ആൾ കരയുമ്പോൾ ഒരു ലെയർ ഞാൻ എക്സ്ട്രാ ഇപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അത് നന്നായി. ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ 2 കിലോ കേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ പിന്നെ ആളിവിടുന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്യുമ്പോൾ ആൾക്ക് എന്തായാലും വേണ്ടി വരും. പിന്നെ എനിക്ക് ഈ ഒരു സ്പഞ്ചിനുള്ള ബാറ്റർ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയായി. അപ്പോൾ ഞാൻ അല്ലുവിന് കൊടുക്കാതെ എല്ലാം നമ്മൾ കേക്ക് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് നമ്മൾ ചെയ്തത്. അത്യാവശ്യം ഹൈറ്റിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേക്കിൽ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്യാനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ മോഡൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മോഡൽ അവർ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോളുടെ ഡ്രസ്സിൻ്റെ കളറ് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡിന് മാച്ചായിട്ട് നമ്മൾ തന്ന ആ ഒരു കേക്കിൽ ഒരു വൈറ്റ് പിങ്ക് കേക്കായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് വൈറ്റ് ഗ്രീൻ ആക്കി തരാനാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ എന്ന് പറയുമ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞത് ഒരു കിളിപ്പച്ച അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കിളിപ്പച്ച എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനത്തെ കളറൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള റേഡിയം ഗ്രീനാണ് അതും. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുകളിലുള്ള കേക്ക് ഫുള്ളി നമ്മൾ ഗ്രീൻ കളറായിട്ടും താഴെയുള്ള കേക്ക് നമ്മൾ വൈറ്റ് ക്രീമിലാണ്. താഴെ നമ്മൾ കുറച്ച് മാത്രമായിട്ട് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു സെയിം കളറ് ഫ്ലവേഴ്സ്, ഗ്രീൻ കളറിലുള്ള ഫ്ലവേഴ്സ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് പെട്ടെന്ന് വന്ന ഓർഡറാണല്ലോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഗ്രീൻ കളർ ഒഴിച്ചിട്ട്
അതിൽ ആ ഒരു ഫ്ലവേഴ്സ് വൈറ്റ് ഫ്ലവേഴ്സ് ഞാൻ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കേക്കിൻ്റെ ആ ഗ്രീൻ ഷെയ്ഡ് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേക്ക് നമുക്ക് അവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടാ. അപ്പോൾ കേക്ക് ഞാൻ സ്റ്റേക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മളടുത്ത് അവർ ഒരു 11 മണി ടൈമിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 12 മണി ടൈമിൽ വന്നാൽ മതി, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളടുത്ത് തന്ന മോഡലിൽ ചെറിയൊരു ചേഞ്ചസൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളൊരു ബട്ടർഫ്ലൈയും 1 എന്നുള്ള ടോപ്പറും പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് നമുക്ക് എന്തായാലും മോളുടെ നെയിമാണ് കേട്ടോ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിയ നെയിമാണ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബോർഡിലുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല ഫുള്ളി വെക്കാനുള്ളത്. അപ്പം നമ്മളടുത്ത് ഒറ്റ നെയിം മതിയെന്ന് പറഞ്ഞപ്പോൾ അവരെന്തായാലും ഫുള്ളി വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ട് കസ്റ്റമർക്ക് വിളിച്ചു കേട്ടോ. അപ്പോൾ അവരിവിടെ വന്നിട്ട് കേക്ക് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 12 മണിയായപ്പോഴേക്കും നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിവിടെ കുറച്ച് ഐറ്റംസ് ഓൺലൈൻ ത്രൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ഐറ്റംസ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ മേടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ മൺസൂൺ സെയിൽ എന്ന് പറഞ്ഞിട്ട് മൺസൂൺ ഓഫർ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഒരു 5 ഡേയ്സാണ് തോന്നുന്നുണ്ട് അതിൻ്റെ ഡേറ്റ്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഡേറ്റിലാണ് കേട്ടോ ഈ ഒരു ഇത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച കുറേ ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 ബുഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓർഡർ ചെയ്താൽ എക്സ്പയറി ഡേറ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷേ നമുക്കൊരു 1 ഇയർ എന്തായാലും ഉണ്ട് കേട്ടോ. പിന്നെ സ്പൈഡർമാൻ്റെ 2 ടോയ്സാണ് മേടിച്ചത്. പക്ഷേ അത് എൻ്റെ ഒരു 2 കൈയും പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇവാപ്രെക്സിൻ്റെ ഒരു ബോട്ടിലും പിന്നെ നമുക്ക് കുറച്ച് 2 ടോപ്പേഴ്സും ആനിവേഴ്സറിയുടെ 2 ടോപ്പറും പിന്നെ ഒരു എംബസറാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെ ലഞ്ച് ബോക്സ് ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് അങ്ങനെ ടോൾ കേക്ക് ചെയ്യാനല്ല, അതും ഫ്ലാറ്റ് ആയിട്ടുള്ളതിൽ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ടോയുടെ കൈ പൊട്ടിപ്പോകുന്നതാണ് കേട്ടോ. അത് എങ്ങനെയാണ് ഇത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഒന്ന് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ചെയ്ത് നോക്കണം. പക്ഷേ 2ൻ്റെ കൈ ഒരുപോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബോക്സിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പീസ്. പക്ഷേ ഒന്നിന് അതിലില്ല കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാനാണ് മെയിനായിട്ട് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് 199 രൂപയാണ് കേട്ടോ ഈ ഒരു ഓഫർ പ്രൈസിൽ. സാധാരണ 300 രൂപയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ പാക്ക് ചെയ്തപ്പോഴേ ഒന്നിൻ്റെ കൈ പൊട്ടിപ്പോന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അതിൽ ബോക്സിൽ കാണുമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ താങ്ക് യു.